പ്രതീക്ഷ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശക്തിയേറിയൊരു വാക്കാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ അത് മരണതുല്യമാണ്. പലപ്പോഴും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം തന്നെ പ്രതീക്ഷകളാണ്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാറുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, ഉള്ളിൽ പ്രതീക്ഷ കുറഞ്ഞു പോയവരായി നമ്മളെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രാർത്ഥനയാണ് നമ്മെ പ്രത്യാശയിൽ നിലനിർത്തുന്നത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവൻ പ്രാർത്ഥിക്കാതിരിക്കില്ല. ദൈവത്തിൽ പ്രത്യാശിക്കുന്നവൻ പ്രാർത്ഥിക്കാതിരിക്കില്ല. 119 സങ്കീർത്തനം 49-50 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരന്റെ ചില പ്രാർത്ഥനാ വാചകങ്ങൾ നമുക്കവിടെ കാണാം. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനങ്ങളെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകും. അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. താൻ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങളിൽ താൻ ദൈവത്തിനു വേണ്ടി ചെയ്തതോ ദൈവത്തിനു വേണ്ടി നിന്നതോ ഒന്നും താൻ എടുത്തു പറയാൻ ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എന്റെ കഷ്ടതയിൽ എന്നോട് അങ്ങ് അരുളി ചെയ്ത വചനങ്ങളുണ്ട്. അത് എന്റേതാണെന്നും എന്റെ ജീവിതത്തിൽ നടക്കാനുള്ളതാണെന്നും എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ബോധ്യം തന്ന ചില വചനങ്ങളുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. ഏതവസ്ഥക്കകത്തും ദൈവശബ്ദം മറക്കാത്ത ഒരു ഭക്തനായ മനുഷ്യൻ. അത് മാത്രമല്ല, ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്: അങ്ങ് ആ വചനത്തെ മറക്കരുത് ദൈവമേ. അങ്ങ് ബാക്കിയെല്ലാം മറന്നാലും, ഞാൻ ചെയ്തതും ഞാൻ നിന്നതും എല്ലാം മറന്നാലും, എന്നോട് അങ്ങ് അരുളി ചെയ്ത വചനമാണ് എന്നെ പ്രത്യാശിക്കുമാറാക്കിയത്. അതാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. അത് ഞാൻ മറക്കുന്നില്ല. ദൈവമേ, അങ്ങത് മറക്കരുതേ. അങ്ങയുടെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ ആശ്വാസമാകുന്നു. കഷ്ടതയിലാണ് നാം ഒരു ആശ്വാസത്തിനായി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഒരു വാക്കുകൊണ്ട്, ഒരു സാമീപ്യം കൊണ്ട്, ഒരു ആശ്വാസമായി നാം പ്രതീക്ഷിക്കുന്ന ആരെയും കാണാതെ വരുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എന്റെ കഷ്ടതയിൽ എന്നെ ആശ്വസിപ്പിച്ചത് ഞാൻ ഇന്ന് കരുതുന്ന മനുഷ്യരാരുമല്ല, അങ്ങയുടെ വചനമാകയാൽ, ഇന്നും അങ്ങയുടെ സാന്നിധ്യം എനിക്കുള്ളതിനാൽ ആണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന ബോധ്യം അവിടെ കൺഫസ് ചെയ്ത് പറയുകയാണ്: അങ്ങയുടെ വചനങ്ങൾ എന്റെ കഷ്ടതയിൽ എനിക്കിന്നും ആശ്വാസമാണ്. ആരുമില്ലെങ്കിലും സാരമില്ലെന്നേ. ആരും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും സാരമില്ല. ആരും ഒരു നല്ല വാക്ക് പറയാനില്ലെങ്കിലും സാരമില്ല. നമ്മെ പ്രത്യാശിക്കുമാറാക്കുന്ന ദൈവവചനം ഇന്നും നമ്മുടെ കയ്യിലില്ലേ? നമ്മെ ജീവിപ്പിച്ച ദൈവവചനം ഇന്നും നമ്മുടെ കയ്യിലില്ലേ? കഴിഞ്ഞ നാളുകളിലെ കഷ്ടതയിൽ ആശ്വാസമാകുന്ന, ആശ്വാസമായ ഇന്നത്തെ കഷ്ടതയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനം നമ്മുടെ കൂടെയില്ലേ? അതിൽ ധൈര്യപ്പെടാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.